പറയുന്ന പെണ്ണുങ്ങളെ ഉപാധിയാക്കുന്നതാണ് അവരുടെ രീതി. ഇതാ ഒരു രാഹുൽ മാങ്കൂട്ടം ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയല്ലേ ഗർഭചിത്രത്തിന് നിർബന്ധിക്കാൻ പറ്റത്തുള്ളൂ. ഗർഭിണിയാക്കി. അത് ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമല്ല. അത് ഏത് രീതിയിൽ അവർ തമ്മിൽ ബന്ധപ്പെട്ടു എന്നോ അവർ തമ്മിൽ കൺസെന്റോടെ അല്ലായിരുന്നുവെങ്കിൽ ഈ കുട്ടി എന്നേ ബലാത്സംഗത്തിന് കേസ് കൊടുക്കുകയായിരുന്നു, അദ്ദേഹം ജയിലിൽ പോയത്. അപ്പൊ കൺസെന്റോട് കൂടിയുള്ള ഒരു ബന്ധമായിരുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അതിനകത്ത് ഒരു അബദ്ധം സംഭവിച്ചു. ഈ മാധ്യമപ്രവർത്തക എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഒരു ബന്ധപ്പെടുമ്പോഴത്തേക്ക്, അവിവാഹിതയായ ഒരു സ്ത്രീ ബന്ധപ്പെടുമ്പോഴത്തേക്ക് അതിന്റെ പ്രിക്കോഷൻസ് എടുക്കണമെന്നുള്ള കാര്യമെങ്കിൽ അവർക്ക് അറിഞ്ഞൂടായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവർക്കത് വേണം എന്ന് വിചാരിച്ചിട്ട് തന്നെ രാഹുലിന്റെ ഒരു കൊച്ചിനെ വേണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് അവർ ബന്ധപ്പെട്ടതും ആ കുട്ടിയെ അവർ വളർത്താൻ തയ്യാറായത്. പിന്നെ നാട്ടുകാർക്ക് എന്താ കുഴപ്പം? ഈ സ്ത്രീക്ക് ഇതിനകത്ത് യാതൊരു പരാതിയില്ല. പിന്നെ ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിച്ചു. അത് നമ്മളെ പലയിടത്തും നിർബന്ധിക്കാൻ പറ്റും, പലരും നിർബന്ധിക്കാം, അതിനൊക്കെ കേസാക്കാൻ പറ്റും. അത് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തേക്കുന്നു. ഇവിടെ ഈ കണ്ട മുസ്ലിം പിള്ളേരെയൊക്കെ രണ്ടാം മാസത്തില് അവരുടെയൊക്കെ ലിംഗാഗ്രഹം ചെത്തുന്നതിന് ബാലാവകാശ കമ്മീഷന് പ്രശ്നമൊന്നുമില്ല.